ഞാൻ BA പാസ്സായത് 1983-ലും MA പാസ്സായത് 85-ലുമായിരുന്നു. വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ട് ഉപരിപഠനം നടത്തണം എന്ന് കലശലായ ആഗ്രഹമുണ്ടായിരുന്നു. മറ്റ് അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ ആവശ്യത്തിന് സ്വത്തും പണവും ഉണ്ടായിരുന്നു. അമ്മയ്ക്കോ അച്ഛനും ജോലി ഉണ്ടായിരുന്നു. മൂത്ത മകനായി എന്നെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എവിടെ വിട്ടു വേണമെങ്കിലും പഠിപ്പിക്കാൻ അവർ സന്നദ്ധവുമായിരുന്നു. പക്ഷേ ഞാൻ പോകാഞ്ഞെന്ന് വെച്ചാൽ വിദേശത്ത് പോവുക, പ്രത്യേകിച്ച് അമേരിക്കയിൽ എനിക്ക് താല്പര്യം വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയാണെന്നുള്ളത് ഞാൻ അതിനകത്ത് തന്നെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി. വിസ്കോൺസിനിൽ പോകണം എന്ന് വെച്ചാൽ അത് കടുത്ത കാലാവസ്ഥയാണ്. മാത്രവുമല്ല നമ്മൾ കഴിച്ച് ശീലിച്ച ഭക്ഷണം അവിടെ കിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതക്രമം മൊത്തത്തിൽ തകിടം മറിയും. എന്തിനും ഇത്രയൊക്കെ ബന്ധപ്പെടുന്നത് എന്ന് ആലോചിച്ച് ഞാൻ വിസ്കോൺസിനിൽ പോകാതെ എറണാകുളത്ത് പോയി ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ നേടി. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ വക്കീലായി. വക്കീലാവണമെന്ന് ആഗ്രഹിച്ച് വക്കീലായതുമല്ല, അതൊക്കെ വേറെ കഥയാണ്. അങ്ങനെ ഈ മത്തങ്ങ എരിശ്ശേരി കിട്ടുകയില്ല എന്ന കാരണത്താൽ വിസ്കോൺസിനിൽ പോകാതിരുന്ന ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സങ്കടം തോന്നും. വിസ്കോൺസിനിൽ പോകാഞ്ഞാനല്ല, ആ കാലം തെറ്റി ജനിച്ചു പോയതിൽ. അന്ന് കെ കരുണാകരനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, TN ജേക്കബായിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അന്ന് വിസ്കോൺസിനിൽ അല്ലെങ്കിൽ പ്രിൻസ്റ്റണിൽ പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് വിമാനത്തിലോ കപ്പലിലോ കയറി പോകണമായിരുന്നു. അവിടെ പോയി പഠിക്കണമായിരുന്നു. സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും KN ബാലഗോപാലൻ ധനകാര്യമന്ത്രിയും ബിന്ദു ടീച്ചർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉപരിപഠനം വിദേശത്ത് നടത്തണം എന്ന ആഗ്രഹമുള്ളവർക്ക് വിദേശത്ത് പോകാതെ തന്നെ വിദേശ പഠനം നടത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഞാൻ ഈ കൊല്ലമാണ് MA പരീക്ഷ പാസ്സാകുന്നതെന്ന് വിചാരിക്കാം. എന്തൊരു സൗകര്യമായിരുന്നു. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സെൻറ്റർ ആലുവയിൽ ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രി രാജീവിൻ്റെ മണ്ഡലമായ കളമശ്ശേരിയിൽ ഉണ്ടാകുമായിരുന്നു. അതുമല്ലെങ്കിൽ ടീച്ചറുടെ മണ്ഡലമായി ഇരിങ്ങാലക്കുടയിൽ വിസ്കോൺസിന് തന്നെ ഒരു ഓഫ് ക്യാമ്പസ് സെൻറ്റർ തുടങ്ങുമായിരുന്നു. നമ്മളിവിടുന്ന് ബന്ധപ്പെട്ട് വിമാനം കയറി അമേരിക്കയിൽ പോകേണ്ട ബുദ്ധിമുട്ട് ഒഴിവാകുമായിരുന്നു. ഇപ്പോൾ എന്നെപ്പോലെ വിദേശത്ത് പോയി പഠിക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ വിദേശത്ത് പോയി തണുപ്പ് സഹിക്കാൻ പറ്റുകയുമില്ല എന്ന രീതിയിലുള്ള അലസ ചിന്താഗതിക്കാർക്ക് ഇവിടെ തന്നെ തുടർന്ന് പഠിക്കാൻ പറ്റുമായിരുന്നു. ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ നിരാശ തോന്നി, വലിയ നൈരാശ്യം തോന്നി. പുതിയ തലമുറയിലെ കുട്ടികളെക്കുറിച്ച് അസൂയം തോന്നി. ഇതാണ് ഈ അസൂയ എന്ന് പറഞ്ഞത്. അസൂയയ്ക്ക് കാഷണ്ടിക്ക് മരുന്നില്ലാന്ന് പറയില്ലേ? കാഷണ്ടിക്ക് യാതൊരു മരുന്നുമില്ല. അത് നമ്മൾ എൻ്റെ തല കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. അസൂയയുടെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. വളരെ അസൂയാവഹമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് സഖാവ് ബാലഗോപാൽ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചത്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡുകൾ, തോടുകൾ, വിളക്ക് മരങ്ങൾ, പാടങ്ങൾക്ക് കലുങ്കുകൾ, മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ വിമാനത്താവളം, ഒരുപാട് സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിമാർക്ക് ഊരി ചുറ്റാൻ, നാട് കാണാൻ, നവകേരള സദസ്സ് നടത്താൻ, മുഖ്യമന്ത്രിക്ക് ക്രിസ്മസ് ആഘോഷത്തിന് കേക്ക് വാങ്ങാൻ 1,20,000 രൂപ, ആണ്ടോടാണ്ട് സ്പീക്കർക്ക് നിയമസഭയിൽ പുസ്തകോത്സവം നടത്താൻ, എല്ലാത്തിനും പണം കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ പണമില്ലാത്തത് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന വിധവ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ കൊടുക്കുകയാണെങ്കിൽ മേടിക്കാം. KSRTCക്കാർക്ക് ശമ്പളം കൊടുക്കാൻ അതിനൊന്നും ബഡ്ജറ്റിൽ അലോക്കേഷൻ വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ബാലഗോപാൽ സഖാവിന് നന്നിട്ടറിയാം. പക്ഷേ ഇതിനൊക്കെയുള്ള പൈസ ഈ മന്ത്രിമാരുടെ ഊരിയിട്ടലിനും നാടുകണ്ടലിനും ഉദ്ഘാടനത്തിനും ക്രിസ്മസ് കരോൾ നടത്താനും ഓണസദ്യ നടത്താനും ഒക്കെയുള്ള പണം അത് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കണം. കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ നമ്മൾ സമരം ചെയ്യും. ഇവിടെ സമരം ചെയ്തിട്ട് ഭരിച്ചില്ലെങ്കിൽ ഡൽഹി പോയി സമരം ചെയ്യും. ഡൽഹിയിൽ ഭരിച്ചില്ലെങ്കിൽ ന്യൂയോർക്കിൽ പോയിട്ട് വാൾ സ്ട്രീറ്റിൽ സമരം ചെയ്യും. കാരണം ബൈഡനാണല്ലോ ഏറ്റവും വലിയ മുതലാളി. പുള്ളി കൊടുത്താലേ ബോഡിക്ക് കാശുണ്ടാവുള്ളൂ. ബോഡിക്ക് കാശുണ്ടെങ്കിലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നോട്ടടിക്കുന്ന പ്രസ് ഇവിടെ കേരളത്തിൽ ആരംഭിക്കണം. അതിന് അടിക്കാനുള്ള അവകാശം കേരള സർക്കാരിന് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ വികസനത്തിലുള്ള പണം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ പ്ലാൻ A അനുസരിച്ചുള്ള പദ്ധതിയാണ് പുള്ളി ഇവിടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. നേതാക്കന്മാരുടെ മക്കൾക്ക് പിൻവാതിലിൽ കൂടി ജോലി കൊടുക്കാൻ, അല്ലെങ്കിൽ പ്രിയ വർഗീസിനെ പോലെയുള്ള നേതാക്കികൾക്ക് കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് അവിടെ പേര് രജിസ്റ്റർ ചേർക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ തുടർന്ന് ജോലി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ. ഇതിനൊക്കെ പണം വേണം. പണം കേന്ദ്രം കൊടുക്കണം. കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ നമ്മൾ സമരം ചെയ്ത് പേടിക്കും. ഇനി സമരം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴാണ് പ്ലാൻ B. എന്താ ഈ പ്ലാൻ B എന്നുള്ള അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പ്ലാൻ ബാലഗോപാൽ എന്നാണ് ഇതിൻ്റെ ചുരുക്കം എന്ന് ചിലർ പറയുന്നുണ്ട്. അതല്ല, പ്ലാൻ ബക്കറ്റ് എന്നാണെന്ന് കരുതുന്നവരുമുണ്ട്. പ്ലാൻ ബക്കറ്റ് എന്ന് വെച്ചാൽ DYFIക്കാർ നടത്തുന്ന വിഭവ സമാഹരണമാണ്.
പക്ഷേ DYFIക്കാർ ബക്കറ്റ് വെച്ച് പിരിച്ചാലൊന്നും സർക്കാരിൻ്റെ കടം വീടുകയോ അല്ലെങ്കിൽ വികസനത്തിനുള്ള പണം കണ്ടെത്തുകയോ ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം. അത് പാർട്ടിക്കും നേതാക്കന്മാർക്കും അത്യാവശ്യം കുട്ടി സഹായങ്ങൾക്ക് ജീവിതമാർഗം എന്നുള്ളതേ കരുതിയിട്ടുള്ളൂ. ആ വക കൊണ്ടൊന്നും സർക്കാരിൻ്റെ ചിലവുകൾ നടന്നുപോയില്ല. മാത്രമല്ല പൊതുക്കാര്യത്തിന് വേണ്ടിയിട്ട് പാർട്ടി പിരിവെടുത്തത് ശരിയല്ല. അപ്പോൾ ഈ പ്ലാൻ ബി എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇത് വെറും ഊഹം മാത്രമുണ്ട്, ശരിയാവണം നിർബന്ധമില്ല. പക്ഷേ നല്ല സാധ്യത എന്താ വെച്ചാൽ കേരളത്തെ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മോചിപ്പിക്കുക, വേർപെടുത്തുക എന്നുള്ളതാണ്. ഫെഡറലിസം ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളം ഇന്ത്യൻ യൂണിയനിൽ വിട്ടുപോകുക. എന്നിട്ട് ഇവിടെ ചില ആളുകൾ പറയുന്ന പോലെ UAE-യുമായിട്ട് ഒരു ധാരണയിലെത്തുക. UAE-യിൽ ഇപ്പോൾ 7 എമിറേറ്റുകളാണ് ഉള്ളത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണ് പറയുക. അതിൽ 8ാമത്തെ എമിറേറ്റായിട്ട് കേരളത്തെ ചേർക്കുക. എന്നിട്ട് കേരളത്തിനെ അമീറായിട്ട് നമ്മുടെ കാരണഭൂതൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ വാഴിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ പൊതുക്കടം UAE ഏറ്റെടുക്കും. UAE-യിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായം കേരളത്തിന് കിട്ടും. അങ്ങനെ ഒരു അമീറായിട്ട് ഇദ്ദേഹം വാഴും. അദ്ദേഹത്തിൻ്റെ കൂടെ സഹസചിവന്മാരായിട്ട് ബിന്ദു ടീച്ചർ, അതുപോലെ ബാലഗോപാൽ, രാജീവ്, ഇങ്ങനെയുള്ള ആൾക്കാരുമൊക്കെ കഴിയും. പിന്നെ ഇവിടുന്ന് ആണ്ടോടാണ്ട് ഇലക്ഷൻ നടത്തി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇവിടെ തന്നെ പരമാധികാരം ഉണ്ടാവില്ല, എന്നാലും അവരുടെ ഒരു മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ബാലഗോപാലിൻ്റെ പ്ലാൻ ബി എന്നെനിക്ക് തോന്നുന്നു. അല്ലാതെ ബക്കറ്റ് വെച്ച് പിരിച്ചാലോ റെസീറ്റ് കൊടുത്ത് പിരിച്ചാലോ ഒന്നും സർക്കാരിൻ്റെ കടബാധ്യത തീരുകയില്ല, വികസനത്തിനുള്ള പണം ഉണ്ടാകുകയുമില്ല. പശ്ചിമേഷ്യയിൽ നിന്റെ സഹായത്തോടു കൂടി അതിന് യൂസഫ് അലി മുതലാളി ഇടനില നിൽക്കും എന്നായിരിക്കും ബാലഗോപാൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പ്ലാൻ വൈ എന്നായിരിക്കും ഒന്നുകൂടി നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ബാലഗോപാലും വെറുവാക്ക് പറയുന്ന ആളല്ല എന്നുള്ളത് എനിക്കറിയാം. വെറുവാക്ക് പറയാനായിട്ട് സഖാവ് പിണറായി വിജയൻ സമ്മതിക്കുകയുമില്ല. ഏതായാലും പ്ലാൻ ബി വിജയിക്കട്ടെ, കേരളം 8ാമത്തെ എമിറേറ്റായിട്ട് മാറട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.